ഈ അപ്പർ കുട്ടനാട്ടിലെ ടൂറിസം സാധ്യത മനസ്സിലാക്കി വായ്പ എടുത്ത് വള്ളം വാങ്ങിയ ഒരു സംരംഭകന്റെ കഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഹലോ മലയാളം. പായലും പോളയും കയറി നീരൊഴുക്ക് നിലച്ചതോടെ ഈ വള്ളം നിശ്ചലമായി. അധികാരികളും കൈവിട്ടതോടെ ഇപ്പോൾ സ്വയം വെള്ളത്തിലിറങ്ങി പോള നീക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. 1-2 9 കിലോമീറ്റർ ദൂരത്തിലെ പോളയാണ് സ്വന്തം ഉപജീവനത്തിനായി കോട്ടയം കല്ലറ സ്വദേശിയായ സുരേഷ് നീക്കി നീരൊഴുക്ക് പുനഃസ്ഥാപിച്ചത്. ഇത് സുരേഷ്. 1.5 വർഷം മുമ്പാണ് സുരേഷ് ഒരു ശിക്കാരവള്ളം വാങ്ങുന്നത്. പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയിലൂടെ 14.5 ലക്ഷം രൂപ വായ്പയെടുത്താണ് വള്ളം വാങ്ങിയത്. അപ്പർ കുട്ടനാടൻ മേഖലയിലെ ഉൾനാടൻ ജലഗതാഗത വിനോദസഞ്ചാരത്തിന്റെ സാധ്യത മനസ്സിലാക്കിയാണ് സുരേഷ് ഏറെ പ്രതീക്ഷകളോടെ വള്ളം നീറ്റിലിറക്കിയത്. 1 വർഷത്തിനിപ്പുറം ആ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീണു. ജലാശയത്തിൽ പായലും പോളയും നിറഞ്ഞതോടെ വള്ളം ചലിപ്പിക്കാനാവാതെ സുരേഷിന്റെ ജീവിതം വഴിമുട്ടിത്തുടങ്ങി. 4 മാസങ്ങളോളം കാശിനാഥൻ എന്ന സുരേഷിന്റെ വള്ളം തീരത്ത് വിശ്രമിച്ചു. ജീവിതം കടം കയറി തുടങ്ങിയതോടെ പോള നീക്കി നൽകാൻ പലതവണ അധികാരികളെ സമീപിച്ചു. നിരാശ മാത്രമായിരുന്നു ഫലം. ഒടുവിൽ ഗതികെട്ട് സുഹൃത്ത് സനൽകുമാറിനെ കൂട്ടി സുരേഷ് പോള മാറ്റാൻ വെള്ളത്തിലിറങ്ങി. 1 മാസം നീണ്ട പ്രയത്നത്തിലൂടെ 9 കിലോമീറ്റർ നീളത്തിലാണ് പോളയും പായലും മാറ്റി നീരൊഴുക്ക് സുരേഷും സുഹൃത്തും പുനഃസ്ഥാപിച്ചത്. ഈ കാലാവസ്ഥയും അതുപോലെ തന്നെ ഈ പായലും പോളയും നിറയുന്നത് കൊണ്ട് നമുക്കിത് ഓടിക്കാൻ സാധ്യമാകുന്നില്ല. അങ്ങനെ കിടന്നുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു 30 ദിവസത്തോളം എടുത്ത് ഒരു 9.5 കിലോമീറ്ററോളം വെള്ളത്തിന് മുങ്ങി പായല് തള്ളി അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിവിടെ വരെ എത്തിച്ചു വന്നേക്കണം. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഇത് ഓടിക്കാനുള്ള പെർമിറ്റ് തന്നിട്ടുണ്ട്. ബാക്കി സാമ്പത്തികമായിട്ട് അവരൊരു ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയില്ല. അതൊക്കെ പോയി കഴിഞ്ഞാൽ നൂലാമലകൾ എന്ന് ശരിയാവുന്നു പോലും അറിയത്തില്ല. 4 മാസക്കാലം ഇത് ഓടാതെ കിടക്കുകയാണ്. കല്ലറ, മാഞ്ഞൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പാണ്ഡവൻകരി മുതൽ മുടക്കാലി, മണിയന്തുരുത്ത്, പെണ്ണാർതോട് വരെയുള്ള നീരൊഴുക്കാണ് സുരേഷ് തെളിച്ചത്. വെള്ളപ്പൊക്കത്തിൽ ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സാഹസികമായ വലിയ പ്രവർത്തനം ഈ 2 മനുഷ്യർ ചേർന്ന് പൂർത്തീകരിച്ചത്. അപ്പർ കുട്ടനാടൻ ജലഗതാഗത ടൂറിസത്തിന്റെ സാധ്യതകൾ സ്വയം മനസ്സിലാക്കി വഴിതെളിച്ച ഒരു സംരംഭകന്റെ ജീവിത കഥയാണിത്. സുരേഷിനെ പോലെയുള്ള സംരംഭകർക്ക് കൈത്താങ്ങാവേണ്ട ഭരണ സംവിധാനങ്ങൾ നിശ്ചലമായി തുടരുന്നത് തന്നെയാണ് ഇന്നും നമ്മുടെ നാടിന്റെ പ്രതിസന്ധി. സ്വന്തം ഉപജീവനമാർഗം വഴിമുട്ടിയപ്പോൾ അധികാരികളെ സമീപിച്ചു. പലതവണ സമീപിച്ചിട്ടും അധികാരികൾ കേട്ടമട്ട് നടിക്കാതെ വന്നതോടെയാണ് സുരേഷിന് ഈ കഠിന പ്രയത്നം സ്വയം ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വന്നത്. കോട്ടയം കല്ലറയിൽ നിന്നും എസ് ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.